ഒറ്റപ്പാലം നഗരസഭയിലെ 9ാം വാർഡായ കോലോത്തുകുന്നിൽ ജനപ്രതിനിധികൾക്കാകെ മാതൃകയായിരിക്കുകയാണ് കൗൺസിലർ എം ഉമർ ഫാറൂഖ്. വാർഡിലെ കേടായ തെരുവുവിളക്കുകൾ നഗരസഭയുടെ ഫണ്ടിനായി കാത്തുനിൽക്കാതെ സ്വന്തം ചിലവിൽ പുതിയത് വാങ്ങി സ്ഥാപിച്ചാണ് അദ്ദേഹം ജനങ്ങൾക്ക് വെളിച്ചമേകിയത്. മറ്റു ജനപ്രതിനിധികൾക്ക് മാതൃകയായി മാറിയിരിക്കുകയാണ് ഉമർ ഫാറൂഖ്. 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ഇതിനകം വാർഡിലെ കേടായ തെരുവുവിളക്കുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചത്. വാർഡിൽ ആകെയുള്ള 153 തെരുവുവിളക്കുകളിൽ 100 എണ്ണമാണ് കൗൺസിലർ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് മാറ്റി സ്ഥാപിച്ചത്. ഇതിൽ 25 വർഷത്തിലധികം പഴക്കമുള്ള വിളക്കുകൾ വരെ ഉൾപ്പെടുന്നു. പുതിയതായി സ്ഥാപിച്ച 50 വാട്ട്സ് ലൈറ്റുകളിൽ 40 എണ്ണം ഇരുട്ടായാൽ തനിയെ കത്തുന്ന ഓട്ടോമാറ്റിക് സംവിധാനത്തോട് കൂടിയവയാണ്. സാധാരണ ലൈറ്റുകൾക്ക് ഒന്നിന് 1000 രൂപയും ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്ക് 1200 രൂപയുമാണ് ചെലവ് വരുന്നത്. ഈ തുക മുഴുവൻ കൗൺസിലർ തന്നെയാണ് വഹിച്ചത്. വാർഡിലെ ബാക്കിയുള്ള 53 ലൈറ്റുകളിൽ 30 എണ്ണത്തിന് നിലവിൽ തകരാറുകളൊന്നുമില്ല. ബാക്കി വരുന്ന 23 വിളക്കുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഇതേ രീതിയിൽ മാറ്റി സ്ഥാപിക്കുമെന്നും ഇതോടെ വാർഡ് പൂർണ്ണമായും വെളിച്ചത്തിലാകുമെന്നും കൗൺസിലർ അറിയിച്ചു. നിരവധി തവണ നഗരസഭയിൽ പരാതി അറിയിച്ചിട്ടും അവഗണന തുടർന്നതോടെയാണ് സ്വന്തം ചെലവിൽ ലൈറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് ഉമർ ഫാറൂഖ് പറഞ്ഞു. 6 മാസമായിട്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ കൗൺസിൽ പലതവണ രേഖാമൂലം നഗരസഭയ്ക്ക് ലെറ്റർ കൊടുക്കുകയും കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ദിവസം 4ഉം 5ഉം ആളുകൾ വിളിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരാതി പറയുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 100 ലൈറ്റ് പുതിയത് സ്ഥാപിക്കാൻ ഞാൻ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിൽ 60 നോർമൽ 50 വാട്ടിൻ്റെ LED ലൈറ്റും 40 എണ്ണം ഓട്ടോമാറ്റിക് സെൻസറുള്ള ലൈറ്റുമാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്വന്തം ചെലവിൽ തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിച്ച ജനപ്രിയ കൗൺസിലർക്ക് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്നത്. സ്കൂളെല്ലാം ഓപ്പൺ ആവാനായില്ലേ, സോ എല്ലാവരും സ്കൂളിലുള്ള പർച്ചേസിംഗിലായിരിക്കും. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലുള്ള റോയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. സോ ഇവിടെ സ്കൂൾ ബസാർ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട, ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റ്.